2018 പ്രളയത്തിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിന്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു. കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 2.8862 ഹെക്ടർ ഭൂമിയാണ് പുതിയതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും ഉത്തരവിലുണ്ട്. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമായിട്ടായിരുന്നു മുമ്പ് മൂന്നാർ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത്. 2018 പ്രളയത്തിൽ കോളേജ് കെട്ടിടം തകർന്നതോടെ കോളേജിന്റെ പ്രവർത്തനം ഇവിടെ നിന്നും മാറ്റപ്പെട്ടു. മൂന്നാറിൽ തന്നെ ഒരുക്കിയ താൽക്കാലിക സംവിധാനത്തിലാണിപ്പോൾ കോളേജിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. കെട്ടിടം തകർന്ന നാളുകൾ ഇത്ര പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പുതിയ കോളേജ് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടുന്ന സ്ഥലലഭ്യതയാണ് പ്രതിസന്ധിക്കിടയാക്കുന്നത് എന്നായിരുന്നു ബന്ധപ്പെട്ടവർ നൽകിയിരുന്ന വിശദീകരണം. ഈ പ്രശ്നത്തിനാണിപ്പോൾ പരിഹാരമായത്. കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 2.8862 ഹെക്ടർ ഭൂമിയാണ് പുതിയതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. നിലവിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാർ ബഡ്ജറ്റ് ഹോട്ടൽ DTPCയുടെ കീഴിലുള്ള ബഡ്ജറ്റ് ഹോട്ടലോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ പുതിയ കോളേജ് പണിയാമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ഏകദേശം 10 ലക്ഷം രൂപയോളം സർക്കാർ നൽകി. അവിടെ സോയിൽ ടെസ്റ്റ് എല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ കോളേജ് പണിയാൻ കെട്ടിടം പണിയുന്നതിന് വേറെ തടസ്സമൊന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ട് നൽകി. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൈവശമുള്ള 1.4569 ഹെക്ടർ ഭൂമിയും DTPCയുടെ കൈവശമുള്ള 0.8332 ഹെക്ടർ ഭൂമിയും റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള 0.5961 ഹെക്ടർ ഭൂമിയും ചേർത്താണ് പുതിയ കോളേജ് കെട്ടിടത്തിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും സ്ഥലം കൈമാറിക്കൊണ്ടിറങ്ങിയ ഉത്തരവിലുണ്ട്. മുമ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം നേരിട്ടെത്തി കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു. ഭൂമി ലഭ്യമായതോടെ തുടർ പ്രവർത്തനങ്ങളിൽ വേഗത കൈവരിച്ച് കോളേജിനായി പുതിയ കെട്ടിടം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും ഉയരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.